So welcome back to our channel. So നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോണ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 1 K2S4CSE മൊഡ്യൂൾ 1 ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ മൊഡ്യൂൾ 1ലെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡേറ്റ ഇൻഡിപെൻഡൻസ്. So what is the data independence? നമുക്ക് നോക്കാം എന്താണ് data independence. The capacity to change the schema at one level of a database system without having to change the schema at a next higher level. So data independence എന്ന് പറഞ്ഞാൽ എന്താണ്? It is a capacity to change the schema. നമ്മൾ schemas പഠിച്ചു, 3 schema architecture പഠിച്ചില്ലേ? 3 schema architecture നമ്മൾ കുറേ schema പഠിച്ചു, conceptual schema, external schema, internal schema. ഇതിൻ്റെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും at one level of database. ഒരു ലെവൽ ഓഫ് ഡേറ്റാബേസിൽ നമുക്ക് ഈ schemas എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഹാവിങ് ടു ചേഞ്ച് ദ സ്കീമ അറ്റ് ഹയർ ലെവൽ. ഹയർ ലെവലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലോ ലെവലിലോ ഏതെങ്കിലും ഒരു ലെവലിലെത്തി നമുക്ക് ഈ സ്കീമാസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് ഡേറ്റ ഇൻഡിപെൻഡൻസ്. സോ വെരി ഇമ്പോർട്ടൻറ്റ് 3 മാർക്സിന് 4 മാർക്സിന് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഡേറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് വാട്ട് ആർ ടൈപ്സ് ഓഫ് ഡേറ്റ ഇൻഡിപെൻഡൻസ്. സോ ഡേറ്റ ഇൻഡിപെൻഡൻസിൽ 2 ടൈപ്സ് ഉണ്ട്, മെയിൻലി 2 ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് സെക്കൻഡ് വൺ ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. സോ എന്താണ് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. നമുക്ക് നോക്കാം എന്താണ് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. The logical data independence is the capacity to change the conceptual schema without having to change the external schemas or application program. So ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ത്, നമ്മൾ പറഞ്ഞു എന്താണ് ഡേറ്റ ഇൻഡിപെൻഡൻസ്. ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ചേഞ്ച് ദ സ്കീമാസ് അറ്റ് എനി ലെവൽസ് ഓഫ് എനി ലെവലിൽ നമുക്ക് സ്കീമാസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ് ഡേറ്റ ഇൻഡിപെൻഡൻസ്. സോ ഡേറ്റ ഇൻഡിപെൻഡൻസിൽ ഒരു ടൈപ്പ് തന്നെയാണ് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ചേഞ്ച് ദ കോൺസെപ്ഷണൽ സ്കീമ. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്താണ്, കോൺസെപ്ഷണൽ സ്കീമയാണ്. കോൺസെപ്ഷണൽ സ്കീമയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാം വിത്തൗട്ട് ചേഞ്ചിങ് ദ എക്സ്റ്റേണൽ സ്കീമ. എക്സ്റ്റേണൽ സ്കീമ ചേഞ്ച് ചെയ്യാതെ നമുക്കിവിടെ എന്ത് ചെയ്യാം, കോൺസെപ്ഷണൽ സ്കീമയെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ് എന്ത്, ലോ ലെവൽ അല്ലെങ്കിൽ ലോജിക്കൽ ഇൻഡിപെൻഡൻസ്. എന്താണ് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. സോ ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ക്ലിയർ ആയല്ലോ. നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. എന്താണ് നെക്സ്റ്റ് വൺ? നെക്സ്റ്റ് വൺ വന്നിട്ട് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. സോ ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസിൽ എന്ത് സ്കീമയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. Physical data independence is the capacity to change the internal schema without having to change the conceptual schema. നമ്മളവിടെ പറഞ്ഞു, നമ്മൾ നേരത്തെ കഴിഞ്ഞ ലോജിക്കൽ എന്താ പറഞ്ഞ, എക്സ്റ്റേണൽ സ്കീമയെ ചേഞ്ച് ചെയ്യാതെ നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യാം, കോൺസെപ്ഷൽ സ്കീമയെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസിൽ എന്താണ് പറഞ്ഞത്, ഇന്റേണൽ സ്കീമയെ ചേഞ്ച് ചെയ്യാം വിത്തൗട്ട് ഹാവിങ് ടു ചേഞ്ച് ഇൻ കോൺസെപ്ഷൽ സ്കീമ. കോൺസെപ്ഷൽ സ്കീമയിൽ ചേഞ്ച് വരാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റേണൽ സ്കീമയിൽ ചേഞ്ച് വരാൻ പറ്റുന്ന കപ്പാസിറ്റിയെ പറയുന്ന പേരാണെന്ത്, ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. തെറ്റിപ്പോയത് മാറിപ്പോ ലോജിക്കലും ഫിസിക്കലും. സോ ലോജിക്കലും ഫിസിക്കലും ക്ലിയർ ആയിട്ട് പഠിക്കുക ഏതൊക്കെ തമ്മിലുള്ള ചേഞ്ച് ആണെന്ന്. ഓക്കെ, ദ ഡേറ്റ ഇൻഡിപെൻഡൻസ് occurs because when the schema is changed at some level, the schema at the next higher level remains unchanged. Only mapping between 2 levels is changed. മെയിൻലി ഡേറ്റ ഒരു ഹയർ ലെവലിൽ എത്തുമ്പോൾ നമുക്ക് ഹയർ ലെവലിൽ എത്തുമ്പോൾ സ്കീമാസ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, അൺചേഞ്ച്ഡ് ആയിട്ട് കിടക്കും. സോ മാപ്പിംഗ് ആയിരിക്കും മെയിൻലി 2 ലെവൽസ് തമ്മിൽ ചേഞ്ച് ആകുക. സോ ഡേറ്റ ഇൻഡിപെൻഡൻസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്കീമാസ് സം ലെവൽസിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഡേറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ദർ 2 ടൈപ്സ് ഓഫ് ഡേറ്റ ഇൻഡിപെൻഡൻസ്. സോ ഡേറ്റ ഇൻഡിപെൻഡൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ് ഇൻ ദിസ് ചാനൽ.